അഞ്ചാമത്തെ നിയമം ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കൽ. മാറ്റിമറിക്കൽ എന്തിനാണ് മാറ്റിമറിക്കുന്നത്? നമുക്ക് ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ. അക്ഷരം എല്ലാം കഴിഞ്ഞ് 27 കഴിഞ്ഞ് 28ാമത്തെ അക്ഷരം. ആ ഒരക്ഷരം എന്ന് പറയുന്നത് ബാഗ്. അലിഫ് ബാ. അപ്പോഴതിന് മുന്നിലും സുക്കൂനുള്ള നൂന് വരും, ഇരട്ട ഫത്തഹ്, ഇരട്ട കസറ്, ഇരട്ട ലം, ഇങ്ങനെ വരും. അപ്പോഴിതിനെയാണ് മാറ്റിമറിക്കാൻ, നൂനെ തൻവീനാണ് മാറ്റിമറിക്കേണ്ടത്. സാക്കിനായ നൂനിനും തൻവീനും ശേഷം ഈ ബ എന്ന അക്ഷരം വന്നാൽ നൂനിനെയും തൻവീനെയും മീമാക്കി മാറ്റിമറിക്കണം. മീമാക്കി മാറ്റണം. ഉദാഹരണം എഴുതിക്കോ. ഉദാഹരണം മെമ്പത്. നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്മോൾ മീം ഈ നൂനിൻ്റെ മുകളിൽ കാണാം. കണ്ടിട്ടില്ലേ? അതിനെന്ത് ചെയ്യണം? നമ്മളെ നിയമം എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കലാണ്. എന്തിനെ മാറ്റിമറിക്കേണ്ട? ഈ നൂനെ മാറ്റിമറിക്കണം. ഈ മീമിനെ വലിച്ച് താഴോട്ട് ഇറക്കണം. എന്നിട്ട് അതിനെ മീമാക്കി മാറ്റണം. ഇത് കണ്ട, മീം വാ പൂട്ടി പറയണം. അല്ലെങ്കിൽ മീമിന് സുക്കൂൻ വന്നാൽ നമ്മൾ വാനെ ക്ലോസ് ചെയ്യണം. അൽഹംദു. മീമിന് സുക്കൂൻ വരുമ്പോഴും നമ്മൾ വാനെ പൂട്ടണം. അതുപോലെ തന്നെ ഇതിന് ഇഖ്ലാബിൻ്റെ അക്ഷരമായ ബാക്കി മുന്നിൽ സാക്കിന നൂനോ തൻവീനോ വന്നാലും അതിനെ മാറ്റിമറിക്കണം. മീമാക്കി മാറ്റണം. തൻവീനെ മീമാക്കി മാറ്റണം. അലീമും ബിദാത്തിസ്സുദൂർ. അലീമും എന്നുണ്ട്. അതിന് തന്നെ ലം കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മീം ഇങ്ങനെ കൊടുത്തിരിക്കുക. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, മാറ്റിമറിക്കാനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ നിയമം 5 കഴിഞ്ഞ്. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഞാൻ അടുത്തതെന്ന് ഹുറൂഫുൽ കലക്കലത്ത്.